47.48% വോട്ട് നേടിക്കൊണ്ടായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ ആധിപത്യം തെളിയിച്ചത്. അന്ന് CPM നേടിയത് 36.29% മാത്രമായിരുന്നു. 2019 നിന്നും 2024 എത്തുമ്പോൾ 45.21% കോൺഗ്രസും 33.34% CPM നേടിയിട്ടുണ്ട്. ഇരു മുന്നണികളിലും വോട്ട് ശതമാനത്തിൽ നേരിയ കുറവ് പ്രകടമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കരസ്ഥമാക്കിയത് 19 സീറ്റുകളാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കരസ്ഥമാക്കിയത് 18 സീറ്റുകളാണ്. അതിൽ തൃശൂർ എന്ന സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് നഷ്ടമായി എന്നത് മാത്രമല്ല, കോൺഗ്രസിന്റെ വോട്ടുകളിൽ ഗണ്യമായ കുറവ് വരികയും അവിടെ BJPക്ക് ശക്തമായി ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. ഇനി വരാനിരിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷം 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തമായി അടിത്തറ പാകേണ്ട, ആഴത്തിൽ വേരുറപ്പിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാൻ മുതിർന്ന നേതാക്കളെ തന്നെ കോൺഗ്രസ് കളത്തിലിറക്കിയത്. തീരുമാനമനുസരിച്ച് സംസ്ഥാനത്തെ 5 കോർപ്പറേഷനുകളുടെ ചുമതലയാണ് മുതിർന്ന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന് കൊച്ചി കോർപ്പറേഷന്റെയും AICC പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയ്ക്ക് കോഴിക്കോട്ടും KPCC പ്രസിഡന്റ് K സുധാകരന് കണ്ണൂരിലുമാണ് ചുമതല നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല AICC സെക്രട്ടറിയായ PC വിഷ്ണുനാഥിനും തൃശൂർ കോർപ്പറേഷന്റെ ചുമതല റോജി M ജോണിനും നൽകി. കൊല്ലത്ത് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ VS ശിവകുമാറിനുമാണ് ചുമതല. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിലായിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമായത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് മുതിർന്ന നേതാക്കളെ തന്നെ കോർപ്പറേഷൻ പിടിക്കാൻ രംഗത്തിറക്കണമെന്ന നിർദ്ദേശം ക്യാമ്പിൽ മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശം നേതാക്കൾ മടി കൂടാതെ ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ കണ്ണൂരിൽ മാത്രമാണ് ഭരണം ലഭിച്ചത്. തൃശ്ശൂരും കൊച്ചിയും ചെറിയ വ്യത്യാസത്തിന് നഷ്ടപ്പെടുകയായിരുന്നു. 50 വർഷമായി ഭരണം ലഭിക്കാത്ത കോഴിക്കോട് കോർപ്പറേഷനിൽ അത്ഭുതം സൃഷ്ടിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ മുതിർന്ന നേതാവ് തന്നെ വേണമെന്ന അഭിപ്രായം പൊതുവായി ഉയരുകയായിരുന്നു. കോർപ്പറേഷൻ മാത്രമല്ല, ജില്ലാ അടിസ്ഥാനത്തിലും ചുമതലകൾ കൃത്യമായി ഭാഗം വയ്ക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾക്ക് ഉത്തരവാദിത്തം നൽകിയതിനോടൊപ്പം തന്നെ ജില്ലകളിലെ ചുമതലക്കാരെയും നിശ്ചയിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലാണ് കാസർഗോഡ് ജില്ലയുടെ ചുമതല. പാലക്കാട് നിന്ന് വടകരയിലേക്ക് എത്തിയ ഷാഫിക്ക് മലബാറിൽ കൂടുതൽ ഉത്തരവാദിത്തം നൽകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊല്ലം അടൂർ പ്രകാശ്, പത്തനംതിട്ട ഷാനിമോൾ ഉസ്മാൻ, കോട്ടയം ബെന്നി ബെഹനാൻ, ഇടുക്കി ജോസഫ് വാഴക്കൽ, എറണാകുളം ആന്റോ ആന്റണി, തൃശൂർ AP അനിൽകുമാർ, പാലക്കാട് TN പ്രതാപൻ, മലപ്പുറത്ത് MK രാഘവൻ, കോഴിക്കോട് രാജ്മോഹൻ ഉണ്ണിത്താൻ, വയനാട് സണ്ണി ജോസഫ്, കണ്ണൂർ T സിദ്ദിഖ് എന്നിവർക്കാണ് മറ്റ് ജില്ലകളുടെ ചുമതലകൾ വരുന്നത്. ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏകോപിപ്പിക്കാനാണ് നിലവിലെ നിർദ്ദേശം. മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും പ്രധാന നേതാക്കൾ ചുമതലക്കാരായി വരും. ഇക്കാര്യത്തിൽ DCC പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും ചർച്ച നടത്തി തീരുമാനിക്കണം. ഇതിൽ നിന്നെല്ലാം തന്നെ കോർപ്പറേഷന്റെ ചുമതല മുതിർന്ന നേതാക്കൾക്ക് നൽകിയതിന് പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ട് എന്ന് കാണാം. മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ച നേതാവ് കൂടിയാണ്. എന്നാൽ 2ാം തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് VD സതീശന്റെ പേര് പരിഗണിക്കപ്പെട്ടപ്പോൾ മറുത്ത് ഒരു വാക്കുപോലും പറയാതെ മാറിക്കൊടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ആ സാധ്യതയെ ഒതുക്കുകയാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്. 2016ലെയും 2021ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് രമേശ് ചെന്നിത്തലയായിരുന്നു. എന്നാൽ പരാജയമായിരുന്നു ഫലം. പിന്നീട് ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയും രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നു. അവിടെയും പരാജയം തന്നെയായിരുന്നു ഫലം. ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് വലിയ സ്വാധീനമില്ലാത്ത കോഴിക്കോട് ചുമതല നൽകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായില്ലെങ്കിൽ അഥവാ പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തലയ്ക്ക് മേൽ വരും. സ്വാഭാവികമായും ഇത്തവണത്തെ മുഖ്യമന്ത്രി പരിഗണനാ ലിസ്റ്റ് പരിഗണിക്കുമ്പോൾ ഈ പരാജയങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് ചെന്നിത്തലയെ എളുപ്പത്തിൽ ഒതുക്കാനാകും. ഈ നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ചെന്നിത്തലയ്ക്ക് ശോഭിക്കാൻ സാധിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി PC വിഷ്ണുനാഥിനും ഏൽപ്പിച്ചിരിക്കുകയാണ്. 50 വർഷമായി ഭരണം ലഭിക്കാത്ത കോഴിക്കോട് കോർപ്പറേഷനിൽ അത്ഭുതം സൃഷ്ടിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ മുതിർന്ന നേതാവ് വേണമെന്ന് തന്നെയാണ് അത്, അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായം പൊതുവെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പരാമർശങ്ങളും നാക്കുപിഴകളും ഉണ്ടാക്കിവെച്ച നേതാവാണ് KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകിയപ്പോൾ മുതൽ ഇതേ ഒതുക്കൽ രാഷ്ട്രീയം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതെന്നുള്ള വാദങ്ങൾ ഉയർന്നു വന്നതാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും കോർപ്പറേഷൻ ചുമതല നൽകിക്കൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. പൊതുവെ KPCC പ്രസിഡന്റ് സ്ഥാനത്തുള്ളവരെ കോർപ്പറേഷൻ ചുമതലകൾ നൽകി മാറ്റി നിർത്തുന്ന സാഹചര്യം ഇല്ലാത്തതാണ്. എന്നാൽ ഇവിടെ കെ സുധാകരന്റെ കാര്യത്തിൽ കോൺഗ്രസ് നടപ്പ് നയങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തുകയാണ്. അടുത്തതായി പ്രതിപക്ഷ നേതാവായ VD സതീശനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് ഏറെ സ്വാധീനമുള്ള ഒരു മേഖല തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ കൂടുതൽ ശോഭിക്കാനുമാകും. ഈ 3 സാഹചര്യങ്ങളിൽ നിന്നും ചുമതലകൾ ഏൽപ്പിച്ചതിൽ രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനുമെതിരെ ശക്തമായ കരുനീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രകടമാണ്.